ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ വെന്യുവിന്റെ HX5+ വേരിയന്റ് ആണ്. റീസെന്റ് ലോഞ്ച് ചെയ്ത 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ടോപ്പ് എൻഡ് വേരിയന്റും ഈ HX5+ വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 2026 വന്നപ്പോൾ വെന്യുവിന്റെ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ചില വേരിയന്റുകൾക്ക് പ്രൈസ് കൂടിയിട്ടുണ്ട്, ചില വേരിയന്റുകൾക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വെന്യു HX5+ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയന്റ് ആണ് ഈ HX5+ വേരിയന്റ്. നമ്മളുടെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നതിൽ ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വേരിയന്റിനെ പറയാം. നമ്മളുടെ HX5+, HS6, HX7, HX8 ആൻഡ് HX10 ഇത്തരം വാഹനങ്ങളുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലർ ആണ്. HX5 അതിന് താഴത്തേക്കുള്ള വാഹനങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു എക്സ്ട്രാ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ്. വെന്യുവിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ വെന്യുവിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു DRL നമുക്ക് ഈ വേരിയന്റിൽ കാണാം. അത് ആ ഒരു C ഷേപ്പിലാണ് ആ DRL കൊടുത്തിരിക്കുന്നത്. അതിനകത്തായിട്ട് നമുക്ക് LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. 4 സ്ലോട്ടായിട്ടാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ വേരിയന്റുകളിലും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കണക്റ്റഡ് DRL ഈ വേരിയന്റിൽ വരുന്നില്ല, അവിടെ റിഫ്ലക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രില്ല് ആ ഒരു ഗൺ മെറ്റൽ ഗ്ലോസി ഫിനിഷിൽ ഉള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിപ്പ് ലൈറ്റ് കാണാം. 190 mm ആണ് അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ടോപ്പിലായിട്ട് നമ്മുടെ ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ബോണറ്റ്സിലെല്ലാം നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ഒരു വേരിയന്റിൽ നമുക്ക് അലോയ്സോ ഹൈപ്പർ സ്റ്റൈൽ വീൽസോ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 195, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. അലോയ്സിന്റെ ലുക്കൊക്കെ തരുന്ന ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഒരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷിലാണ് അത് വരുന്നത്. നടുക്ക് ഹ്യുണ്ടായുടെ ഒരു ലോഗോ കാണാം. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിൽ ചുറ്റുപുറവും പോകുന്ന രീതിയിൽ വലിപ്പമുള്ള ബ്ലാക്ക് ക്ലാഡിങ് കാണാം. ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് അത് എടുത്ത് കാണിക്കാത്തതാണ്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴത്തെ പോർഷൻ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും അതിനകത്ത് ഒരു LED ഇൻഡിക്കേറ്റേഴ്സും കാണാനായിട്ട് പറ്റും. ബോഡി കളറിലാണ് ഡോർ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്, അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഫംഗ്ഷനലാണ്, അത്യാവശ്യം ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെവി ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ്. സൺ റൂഫ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ഷാർഫിൻ ആന്റിന കാണാം. ബാക്കിലേക്ക് വരുമ്പോൾ ഈ പോർഷനിൽ നമുക്ക് വെന്യു എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ വശങ്ങളിൽ ആ ഒരു പോർഷനും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് ഈ വാഹനം മാറും. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് HX8 ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ LED ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കാണുന്ന സ്റ്റോപ്പ് ലൈറ്റുകളെല്ലാം നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നടുക്ക് വെന്യു എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ബാക്കിലെ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ HX5+ വേരിയന്റ് ആണ്. നമുക്ക് ബാക്കിലേക്ക് ഒരു സ്പോയിലർ കാണാം. അതിന് അണ്ടർ പോർഷനെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹൈമോണ്ട സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗർ ഇതിനകത്ത് വരുന്നുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഫ്രണ്ടിൽ കണ്ട L ഷേപ്പിൽ തന്നെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. അവിടെ താഴെയാണ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 375 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി. ഈ വേരിയന്റിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ഈ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് എല്ലാ വേരിയന്റുകളിലും സ്പെയർ വീലായിട്ട് വരുന്നത്. പാഴ്സൽ ട്രേ ഒക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. അതിലേക്ക് വരാം. ഡോർ പാഡിലേക്ക് വന്നാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഇല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. താഴെ സ്പീക്കർ വീല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിലാണ് വരുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. 1.2 നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഡെഡിക്കേറ്റ് ഉള്ള ഡെഡ് പെഡൽ എന്നാലും കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു.
ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കോർണറിലായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും കാണാം. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. HX5+ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ ഒരു HS6 വേരിയൻറ്റ് വരെ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം എക്സാക്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. ഹ്യുണ്ടായി ലോഗോയ്ക്കും പകരം 4 ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. താഴത്തെ പോർഷനിൽ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ് കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതുവശത്ത് ക്രൂസ് നമ്മളുടെ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചേഴ്സൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോ മീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. TPMS സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, ഫ്യൂവൽ ഇൻഫർമേഷൻസ്, പിന്നെ അതിൻ്റെ സെറ്റിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റോട്ട് കിട്ടുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ്. അതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതല്ല നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ നേരെ താഴെയുള്ള പോർഷൻസിൽ എന്താണോ അതും കറക്റ്റായിട്ട് കാണുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആ ക്യാമറയിൽ അവൈലബിൾ ആണ്. പാർക്കിംഗ് സെൻസേഴ്സ് അതിന് ചേർന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. AC വെൻസിനകത്തെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. ഇവിടെ വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇവിടെ ഒന്നും നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ആണ്, ഒരു ഗ്രേയിഷ് ഫിനിഷ്, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു. AC വെൻസിലെല്ലാം ഒരു സിൽവർ ടച്ച് കാണാം. അതിന് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഈ നമ്മുടെ മീഡിയയുടെ ഫിസിക്കൽ ബട്ടണുകൾ കാണാം. അതിന് നടുക്ക് ഹസാർഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇപ്പം നമുക്ക് ടച്ച് യൂസ് ചെയ്യേണ്ടാത്ത സമയത്ത് നമുക്ക് ഫിസിക്കൽ ബട്ടണുകൾ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. അതിനകത്ത് വോളിയം റോക്കർ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ AC വരുന്നില്ല. ഓട്ടോ AC ഇതിൻ്റെ HS6T എന്ന് പറയുന്നൊരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നുണ്ട് 1.2. അതിനകത്ത് ഓട്ടോ AC ആണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ നമുക്ക് 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളാണ്. അതൊന്ന് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചാർജിങ് പോർട്ട് ആക്കാം, അല്ലെങ്കിൽ USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ വേറൊരു സോക്കറ്റും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ക്യാമറ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ആക്സസ് ആവും. അതല്ലാണ്ട് നമ്മൾക്ക് ഡയറക്റ്റ്ലി ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ടോപ്പ് എൻഡിലൊക്കെ വരുന്ന കീ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും HX5+ വേരിയൻ്റ് ആണ്. ലോക്ക് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണലായിട്ടുള്ള സ്മാർട്ട് കീയും ഇതിനകത്ത് വരുന്നുണ്ട്. സെൻറ്റർ ആംറെസ്റ്റ് ഈ വേരിയൻറ്റിൽ കാണാം. സോഫ്റ്റ് ടച്ച് ആണ് അതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മിറർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR/VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിംഗിൾ ഡെൻ സൺറൂഫ് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സൈസായിട്ടൊരു ഗ്ലോ ബോക്സ് കൂൾഡ് ഫീച്ചറോട് കൂടി അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിന് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ലഭിക്കുന്ന വെന്യൂവിൻ്റെ ഒരു ബെസ്റ്റ് വേരിയൻറ്റിന് HX5+ വേരിയൻറ്റിനെ വിളിക്കാം. നിങ്ങൾ നമ്മളുടെ എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻ്റാണ് ഈ HX5+ വേരിയൻറ്റ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ഈ വേരിയൻറ്റിൽ സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെതറിന് അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ്. ബാക്കിലേക്ക് നമുക്ക് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. സ്പീക്കർ വീട്ടിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കാണാം. ഈ വേരിയൻറ്റിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പഴയ വെന്യൂവിൻ്റെ കൺസേൺ ആയിരുന്നു ബാക്കിലെ സ്പേസ്. ഇതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. നല്ല ഇഷ്ടം പോലെ ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. സൺറൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരുന്നുള്ളൂ.
ഹെഡ് റൂമിനൊന്നും കൺസേൺസ് വരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റർ മൗണ്ടറായിട്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, അതും ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു പൊസിഷനിങ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് പാർസൽ ട്രേ വരുന്നില്ല, അത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ADAS ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, 5 സ്റ്റാർ കിട്ടുമെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ആ രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ HX5+ വേരിയൻറ്റ് 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹ്യുണ്ടായുടെ ട്രൈഡ് ആൻഡ് ഡസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. 82 HP പവറും 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രം. AMT ഓട്ടോമാറ്റിക് ഒന്നും ഈ ഒരു പെട്രോൾ എഞ്ചിനായിട്ട് പെയർ ചെയ്തിട്ടില്ല. അതല്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 1 ലിറ്റർ ടർബോ പെട്രോളിലേക്ക് പോകാവുന്നതാണ്. ആ വാഹനം 120 HP പവറും 172 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല അടിപൊളി ഒരു എഞ്ചിനാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഓടിക്കാൻ നല്ല രസമാണ്. വെന്യൂക്ക് എടുക്കുന്നവർ മിനിമം അതെങ്കിലും എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെന്യൂവിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ വെന്യൂവിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്രൈസിൽ ചെറിയൊരു കൂടുതലും കുറവാണ് വന്നിരിക്കുന്നത്. ചില വേരിയൻറ്റുകളുടെ പ്രൈസ് പൊടിക്ക് കൂടിയിട്ടുണ്ട്, ചില വേരിയൻറ്റുകളുടെ പ്രൈസ് പൊടിക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻ്റായ HX2 വേരിയൻറ്റ് 1.2 പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,40,000 രൂപയാണ്. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 10,38,000 രൂപ. അതായത് 1.2-നേക്കാളും 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ 1 ലിറ്റർ ടർബോ ലഭിക്കും. ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഡീസൽ വരുന്നുണ്ട്. ഡീസൽ മാനുവൽ 11,58,000 രൂപ. അതായത് പെട്രോളിനേക്കാളും 1,20,000 രൂപ കൂടുതൽ കൊടുത്താൽ ഡീസൽ മാനുവൽ ലഭിക്കും. അതായത് വെന്യൂവിൻ്റെ ഒരു ഡീസൽ മാനുവൽ ഇപ്പോൾ ഓൺ റോഡ് ഇറക്കണമെങ്കിൽ 11,58,000 രൂപയാണ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്ന HX4 വേരിയൻ്റ് ആണ്. അത് 1.2 പെട്രോൾ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനത്തിന് 10,55,000 രൂപ. പിന്നെ വരുന്നത് ഒരു പോപ്പുലർ വേരിയൻ്റ് എന്ന് പറയാവുന്നത് HX5 വേരിയൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാഹനം HX5+ ആണ്. 1.2ലേക്ക് വരുമ്പോൾ HX5+ ആണ്. ഈ വാഹനത്തിന് 11,71,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു പോകണം, നമ്മളുടെ എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡൊക്കെ SX ഓപ്ഷനുകളൊക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന വെന്യൂവിൻ്റെ സെയിം എഞ്ചിൻ വെച്ച് തരുന്ന കുറച്ചുകൂടി വലിപ്പമുള്ള വലിയൊരു വാഹനമാണ് ഈ HX5+ വേരിയൻറ്റ്. ഈ HX5+ൽ തന്നെ HX5ൽ നമുക്ക് ടർബോ പെട്രോൾ അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 11,53,000 രൂപ. അതായത് HX5+ന് 11,71, HX5ലേക്ക് വരുമ്പോൾ 11,53. ഈ HX5ൽ തന്നെയാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 സ്പീഡ് DCT 13,03,000 രൂപ. HX5 ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 13,05,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14,17,000 രൂപ. അതായത് വെന്യൂവിൻ്റെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം 14,17,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത് HX8 ആണ്. HX6 വരുന്നുണ്ട്, HX7ൽ ഡീസൽ വരുന്നുണ്ട്. പക്ഷേ HX5ൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചർ, അതായത് ഫ്രണ്ടിൽ കാണുന്ന ലുക്ക് HX5 നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ എക്സ്റ്ററിൻ്റെയൊക്കെ സിമിലർ ലുക്ക് വരുന്നൊരു വാഹനമാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ HX6 ആണ് HX5ൻ്റെ സിമിലർ ലുക്ക് വരുന്നത്. അതായത് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു വേരിയൻ്റാണ് HX6 വേരിയൻറ്റ്. പക്ഷേ അതിനും കൂടുതൽ ഇറങ്ങുന്ന HX8 വേരിയൻ്റാണ്. ഇപ്പോൾ HX8 പെട്രോൾ മാനുവൽ ആണെങ്കിൽ 14,21,000 രൂപ. HX8 തൊട്ട് പിന്നെ ടർബോ പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് 15,50,000 രൂപ. അതായത് ഒരു ഫീച്ചർ ലോഡറായിട്ടുള്ള വാഹനം നിങ്ങൾക്ക് വേണമെങ്കിൽ 15,50,000 നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. HX7ലാണ് നമുക്ക് ഡീസൽ മാനുവൽ കൊടുത്തിരിക്കുന്നത്. ആ വാഹനത്തിന് 15,21,000 രൂപ. HX8ൽ ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പുതിയ വാഹനം, പുതിയ വേരിയൻറ്റ്. ആ വാഹനം നിങ്ങൾക്ക് 16,34,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ വേരിയൻറ്റ് ഷോറൂമിൽ വന്നിട്ടില്ല, വരുന്ന ശേഷം അതിൻ്റെ വീഡിയോ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ HX10 ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടുതൽ പ്രൈസിലേക്ക് പോകും. കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റുകളുടെ പ്രൈസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. വെന്യൂവിൻ്റെ അത്യാവശ്യം വേരിയൻറ്റുകളൊക്കെ റെഡി ഡെലിവറി സ്റ്റോക്ക് കാര്യങ്ങളിവിടെ അവൈലബിൾ ആണ്. ഫോർ മോർ ഇൻഫോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.